ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പൊ അടുത്ത ദിവസം 2ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാർക്ക് ഏതാണ് എക്സാം വരുന്നത്? നിങ്ങളുടെ മാത്സ് ആണല്ലേ, അഥവാ ഗണിതമാണ് എക്സാം വരുന്നത് അല്ലേ. അപ്പൊ നമ്മൾ മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം ഇന്നിപ്പോ ടീച്ചർ എത്തിയിട്ടുള്ളത് എന്തിനാന്ന് വെച്ചാൽ കൂട്ടുകാർക്ക് നിങ്ങളുടെ മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചധികം കാര്യങ്ങളൂടെ പറഞ്ഞു തരാനായിട്ടാണ് കേട്ടോ. അപ്പൊ എല്ലാ മക്കളും റെഡി ആണല്ലോ? നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോയാലോ? അതിലോട്ട് പോകുന്നതിന് മുന്നേ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിടുക്കന്മാരായിട്ടുള്ള എല്ലാ കുട്ടികളും ഇത് വീഡിയോ ലൈക്ക് ചെയ്യാം. മിടുക്കന്മാരൊക്കെ ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്തോ മക്കളെ? എങ്കിൽ നിങ്ങളുടെ പേര് കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ പറഞ്ഞേ. ഓക്കെ മക്കളെ, അപ്പം നമ്മുടെ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നേ മിസ്സിന് മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. നമ്മുടെ ചാനലിലെ കൂട്ടുകാർ വെറും 89 രൂപയ്ക്ക് മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സിലെയും വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ വീക്കിലി 3 ഡേയ്സ് ആയിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കും. താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 8589823710 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ മാത്സിൽ നാളെ കൂട്ടുകാർക്ക് വരാവുന്ന ഒരു ചാൻസിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ 10കളും 1കളും ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. 1സും 10സും ഒക്കെ തന്നുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ്. അത് നമുക്കൊക്കെ അറിയാലോ. കുറച്ച് 10കളും കുറച്ച് 1കളും ഒക്കെ തന്നാൽ ഏതാണ് ആ ഒരു നമ്പർ, ഏതാണ് ആ സംഖ്യ എന്നുള്ളത് കണ്ടെത്താനായിട്ട് നമുക്ക് അറിയായിരിക്കുമല്ലോ. അപ്പൊ മിസ് ഇവിടെ തരുന്നതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കേ. 10കള് നമുക്ക് ചെറിയൊരു ടേബിൾ കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇത് 10സിന്റെ കോളാണ് കേട്ടോ. ഇത് 10കളാണ്, ഇത് 1s, ഇത് 1കളാണ്. ഇവിടെ ടോട്ടൽ നമുക്ക് കാണാം കേട്ടോ. അപ്പം 10കൾ ഇവിടെ 3 1കൾ 5 ആണ്. ദെൻ 10കൾ ഇവിടെ 5 1കൾ ഇവിടെ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഏതാണ് മക്കളെ? നമുക്കറിയാം 3 10കൾ ചേർന്നാൽ എത്രയാണ്? നമുക്കറിയാം 30 ആണ്. 5 1കൾ ചേർന്നാൽ എത്രയാണ്? 5 ആണ്. അപ്പൊ 30 + 5 ചെയ്യണില്ല. അതായത് എത്രയാണ് മക്കളെ നമുക്ക് നമ്പർ കിട്ടുക? 35 എന്ന് കിട്ടും അല്ലെ. ഇനി നമുക്ക് അറിയേണ്ടത് 5 10കൾ ചേർന്നാൽ എത്രയാണെന്നുള്ളതാണ് അല്ലെ. അപ്പൊ 5 10കൾ ചേർന്നാൽ എത്രയാണ് നമുക്കറിയാം? 5 10കൾ ചേർന്നാൽ 50 ആണ്. പിന്നെ നോക്കിക്കേ, 1കൾ നമുക്ക് എത്രയാണ് തന്നിട്ടുള്ളത്? 1കൾ ഒന്നും തന്നിട്ടില്ല അല്ലെ. അപ്പൊ എന്താണ്? 0 ആണ്. അപ്പൊ 5 10കളും 0 1കളും ചേർന്ന സംഖ്യ എത്രയാണ്? 50 ആണ് അല്ലെ. അപ്പൊ അത്തരത്തിൽ 10കളും 1കളുടെ ഒക്കെ എണ്ണം തന്നുകൊണ്ട് നമുക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ അത് വളരെ സിമ്പിൾ ആണ്, എല്ലാ കൂട്ടുകാർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് അല്ലെ. എനിക്ക് മിസ് കുറച്ച് ക്വസ്റ്റ്യൻസ് പറയട്ടെ, അതിന് ആൻസേഴ്സ് നമ്മുടെ കമന്റ് ബോക്സിൽ പറയൂ. 1ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ മക്കളെ. 6 10കൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. 6 10കളും 6 1കളും ചേർന്ന സംഖ്യ ഏതാണ്? നമ്മുടെ കമന്റ് ബോക്സിൽ പറഞ്ഞ 6 10കളും 6 1കളും കേട്ടോ. 6 10സും 6 1സും ചേർന്ന നമ്പർ ഏതാന്ന് പറയാം. അതുപോലെ തന്നെ 8 10സും 2 1സും 8 10സും 2 1സും 8 10കളും 2 1കളും ചേർന്ന സംഖ്യ ഏതാണ് മക്കളെ? പറഞ്ഞേ. പിന്നെ ലാസ്റ്റ് 10 10കളും 0 1കളും 10 10കളും 0 1കളും ചേർന്ന സംഖ്യ 3 എണ്ണാണ് മിസ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ആൻസർ നമ്മുടെ കമന്റ് ബോക്സ് പറയണേ. ഓക്കെ മക്കളെ, മിസ് നോക്കും ആരൊക്കെയാണ് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ആൻസറിനോടൊപ്പം മക്കളുടെ പേര് കൂടി പറയണേ. ഓക്കെ മക്കളെ, അപ്പൊ അത്തരത്തില് 10കളും 1കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം നമുക്ക് ഉണ്ടായിരിക്കും കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതോടൊപ്പം തന്നെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാ കൂട്ടുകാർക്കും മക്കൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പിന്നെ അതുപോലെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പാറ്റേൺ പൂർത്തീകരിക്കുക എന്നുള്ളത്. കംപ്ലീറ്റ് പാറ്റേൺ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം വരും കേട്ടോ. അവിടെ മക്കൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മളിപ്പോ 3 ടേബിൾസ് പഠിക്കുന്നുണ്ട് അല്ലെ. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് 2ന്റേത് പഠിക്കുന്നുണ്ട്, 5 പഠിക്കുന്നുണ്ട്, 10 പഠിക്കുന്നുണ്ട് അല്ലെ. 2ന്റേതും 5ന്റേതും 10ന്റെയും ഗുണന പട്ടിക നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അത് മക്കൾ തറവായിട്ട് പഠിച്ചോളാം. അത് വെച്ചിട്ടായിരിക്കും നമുക്ക് എന്ത് വരാം? പാറ്റേൺസ് വരാം. മിസ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതാം. നമുക്ക് ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. 15 20 25. അടുത്ത 2 നമ്പർ ഏതായിരിക്കും മക്കളെ? ഇവിടെ 5 വിധമാണ് ആഡ് ആയി വരുന്നത്. അപ്പൊ എത്രയാണ്? 15 20 25 കഴിഞ്ഞിട്ട് ഏത് വരും? 30 വരും. അത് കഴിഞ്ഞിട്ട് 35 വരും അല്ലെ. ഓക്കെ, ദെൻ അടുത്തത് നോക്കിക്കേ മക്കളെ. 50 60 70 അല്ലെ. 50 60 70. അടുത്തത് ഏത് വരും മക്കളെ? യെസ്, 80 90 അല്ലെ. ഇങ്ങനെ വരും. ഇനി നോക്കിക്കേ മക്കളെ, ഇത് നമ്മൾ ആഡ് ചെയ്ത് പോവാണ് അല്ലെ. ആദ്യം നമ്മൾ 5 വീതം ആഡ് ചെയ്ത് വന്നു, പിന്നെ 10 വീതം ആഡ് ചെയ്യുന്നതാണ് വരുന്നത്. ഇനി ഇത് നോക്കിക്കേ മക്കളെ, 90 80 70 അല്ലെ. ഇവിടെ നോക്കിക്കേ, നമ്പർ എന്താണ്? കുറഞ്ഞു വരികയാണ് അല്ലെ. എത്ര വീതമാണ് കുറയുന്നത്? 10 വീതം കുറഞ്ഞു വരുന്ന പാറ്റേൺ ആണ് അല്ലെ. 90 എന്തായിട്ട് മാറി? 80 ആയിട്ട് മാറി. 80 എന്തായിട്ട് മാറി? 70 ആയിട്ട് മാറി. അടുത്തത് എന്താവും? 60 ഉണ്ടാവും, പിന്നെ 50 ഉണ്ടാവും. അപ്പൊ അങ്ങനെ കുറഞ്ഞു വരുന്ന പാറ്റേൺസ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഇതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് എഴുതണമെങ്കിൽ നമ്മൾ 2ന്റെയും 5ന്റെയും 10ന്റെയും ടേബിൾസ് ഒക്കെ അറിഞ്ഞു വെക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള പാറ്റേൺസ് ഒക്കെ വന്നാൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. 2 അക്ക സംഖ്യകൾ ഉപയോഗിച്ചുള്ള പാറ്റേൺസ് ആയിരിക്കും നമുക്ക് വരേണ്ടത്.
ഉണ്ടായിരിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, പാറ്റേൺസ് ഒക്കെ നന്നായിട്ട് നോക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തതിൽ പാറ്റേൺസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ പാറ്റേൺസുമായിട്ട് അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഗുണനപ്പട്ടിക മറക്കണ്ട, അത് പഠിച്ചിരിക്കുക. പിന്നെ നമുക്ക് വരുന്നത് പ്രൈസ് ലിസ്റ്റിൽ അഥവാ വില വിവര പട്ടികയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യം വരാം. ഇവിടെ നോക്കിക്കുക മക്കളെ, ഇത് ഒരു ടോയ് ഷോപ്പ്, അതായത് കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കുന്ന കടയിൽ വെച്ചിട്ടുള്ള ഒരു വില വിവര പട്ടിക അഥവാ പ്രൈസ് ലിസ്റ്റ് ആണ് കേട്ടോ. മിസ് ഇവിടെ ഇംഗ്ലീഷിലാണ് കൊടുത്തിട്ടുള്ളത്. മലയാളം മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്ക് മലയാളത്തിലും പറയാം കേട്ടോ. അപ്പൊ അവിടെയുള്ള ഓരോ സാധനത്തിന്റെയും വിലയും നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ബോളിന് 30 rupees ആണ് അല്ലെ, 30 രൂപയാണ്. ദെൻ ടോയ് കാർ അല്ലെ, നമ്മൾ കളിക്കുന്ന കാറിന് 45 രൂപയാണ്. ദെൻ ബാറ്റ് അല്ലെ, ബാറ്റിന് എത്രയാണ്, 50 രൂപയാണ്. ബലൂണിന് 10 രൂപയാണ്. പിന്നെ ഡോളിന് 20 രൂപയാണ്. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പൊ മക്കൾ ഈ ഒരു ഭാഗത്ത് നിന്ന് എങ്ങനെയാ ചോദ്യം വരാന്ന് വെച്ചാൽ, ഒന്ന് ചിലപ്പം ഇപ്പൊ ഒരാള് മനു എന്ത് ചെയ്യാണ്, കടയിൽ പോയി, കളിപ്പാട്ട കടയിൽ പോയിട്ട് മനു എന്ത് ചെയ്തു, ഒരു ബോളും ഒരു ബാറ്റും അതുപോലെ തന്നെ ഒരു ബലൂണും മേടിച്ചു. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര രൂപയ്ക്കാണ് അവൻ സാധനം മേടിച്ചിട്ടുണ്ടായിരിക്കുക എന്നുള്ള കാര്യം നമുക്ക് ചോദിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, നമ്മളടുത്ത് എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്, ബോൾ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, ബാറ്റ് മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, ബലൂൺ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെയാണെങ്കിൽ മനു എത്ര രൂപയ്ക്കാണ് ടോട്ടൽ സാധനം മേടിച്ചിട്ടുള്ളത് എന്നുള്ള രീതി നമുക്ക് ചോദിക്കും. അപ്പൊ മക്കൾ ആദ്യം എന്ത് കണ്ടെത്തണം, ബോളിന് എത്ര രൂപയാണ്, യെസ് 30 രൂപയാണ്. ദെൻ ബാറ്റിന് എത്ര രൂപയാണ്, 50 രൂപയാണ്. അതുപോലെ തന്നെ ബലൂണിന് എത്ര രൂപയാണ്, 10 രൂപയാണ്. ഈ 3 ഐറ്റംസ് എല്ലാം അവൻ മേടിച്ചിട്ടുള്ളത്. അപ്പൊ ടോട്ടൽ എമൗണ്ട് കാണാനല്ലേ നമ്മളോട് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം കൂടി തമ്മിൽ യെസ് ആഡ് ചെയ്യണം, കൂട്ടണം. ആഡ് ചെയ്ത മക്കളെ 0 + 0 + 0 എത്രയാണ്, 0. ദെൻ 3 + 5 8 ആണ്. 5 3 കൂട്ടണം 5 8 8 1 9. അപ്പൊ എത്ര രൂപയാണ് മക്കളെ, 90 രൂപയ്ക്ക് എന്ത് ചെയ്തു, അവൻ സാധനങ്ങൾ മേടിച്ചു. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അത്തരത്തിൽ വരും. അതായത് ഈ ഒരു പ്രൈസ് ലിസ്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതാണ്. ഇനി മക്കൾക്ക് അടുത്തൊരു ചോദ്യം വരുന്നത്, നമ്മുടെ മനു എന്ത് ചെയ്തു, 100 രൂപ കടക്കാരന് കൊടുത്തേ. എത്ര രൂപയാണ് കൊടുത്തിട്ടുള്ളത്, 100 രൂപയുടെ ഒരു നോട്ട് എന്ത് ചെയ്തു, മനു കടക്കാരന് കൊടുത്താല് അദ്ദേഹം അവന് തിരിച്ച് എത്ര രൂപ കൊടുക്കും? ആകെ 90 രൂപയ്ക്കല്ലേ സാധനം മേടിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ബാലൻസ് കിട്ടാനായിട്ടില്ലേ 100 രൂപ കൊടുത്താൽ ബാക്കി എത്ര രൂപ കൊടുക്കും? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവൻ കൊടുത്തിട്ടുള്ള എമൗണ്ടിൽ നിന്ന് ആകെ ആയിട്ടുള്ള എമൗണ്ട് മൈനസ് ചെയ്യണം. അതായത് 100 - 90 ചെയ്യണം അല്ലെ. 100 കുറയ്ക്കണം, 90 ചെയ്യണം. എത്രയാണ് മക്കളെ ആൻസർ കിട്ടുക? യെസ് 10 രൂപയാണ് കടക്കാരൻ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കുക, തിരിച്ചവന് ബാലൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പൊ അത്തരത്തിൽ നമുക്ക് എന്ത് വരും, ഒരു ചോദ്യം വരും. അപ്പൊ അവിടെ നിങ്ങൾ എന്താ അറിഞ്ഞിരിക്കണം, മൈനസ് ചെയ്യാൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ മക്കളെ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് വരാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് പറയണം, മനു എന്ത് ചെയ്യാണ്, ഒരു ടോയ് ഷോപ്പ് പോയിട്ട് അവന്റെ കൈവശം ആകെ 100 രൂപയാണുള്ളത്. 100 രൂപയ്ക്ക് ഏതെല്ലാം സാധനങ്ങൾ അവന് കടയിൽ നിന്ന് മേടിക്കാനായിട്ട് കഴിയുമെന്ന് ചോദിക്കുകയാണ്. 100 രൂപയ്ക്ക് മുഴുവനായിട്ട് ഏതൊക്കെ സാധനങ്ങൾ മേടിക്കാം എന്ന് ചോദിക്കുക. അപ്പൊ നമ്മൾ എന്ത് കണ്ടെത്തണം മക്കളെ, ഏതൊക്കെ സാധനങ്ങളുടെ വിലകൾ തമ്മിൽ കൂട്ടുമ്പോഴാണ് 100 രൂപ കിട്ടുക എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം അല്ലെ. ആ സാധനങ്ങളൊക്കെ അല്ലേ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒന്ന് നോക്കിക്കേ മക്കളെ, നമുക്ക് ബാറ്റ് എടുക്കാം. ബാറ്റിന് എത്ര രൂപയാണ് നമ്മൾ എടുത്ത് പറഞ്ഞു, 50 രൂപയാണ്. അത് നമ്മൾ എടുത്തു. പിന്നെ മിസ് എന്ത് ചെയ്തു, ഒരു ബോൾ എടുത്തു. ബോളിന് 30 രൂപയാണ്. ഓക്കെ, അതെടുത്തു. ദെൻ മിസ് ഒരു ഡോൾ എടുത്തു. ഡോളിന് എത്രയാണ്, 20 ആണ്. ഇനി ആഡ് ചെയ്ത് നോക്കിക്കേ മക്കളെ, പ്ലസ് ചെയ്ത് നോക്കിക്കേ. 0 + 0 + 0 എത്രയാണ്, 0. 5 കൂട്ടണം 3 8 ആണ്. 8 കൂട്ടണം 2 10 ആണ്. അപ്പൊ ടോട്ടൽ എത്രയായി, 100 രൂപയായി. അതായത് നമ്മുടെ മനുവിന് 100 രൂപ ഏതൊക്കെ സാധനങ്ങൾ മേടിക്കാം, 30 രൂപയുടെ ഒരു ബോൾ മേടിക്കാം, 50 രൂപയുടെ ഒരു ബാറ്റ് മേടിക്കാം, 20 രൂപയുടെ ഒരു ഡോളും മേടിക്കാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയും 100 രൂപ. അപ്പം അത്തരത്തിൽ നമ്മൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാം. മനസ്സിലായോ മക്കളെ? അപ്പൊ പ്രൈസ് ലിസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പാഠഭാഗമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ നോക്കാട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു ഭാഗം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ മക്കളെ, അപ്പൊ പ്രൈസ് ലിസ്റ്റുമായിട്ട് അത്രയൊക്കെ പറയാനുള്ളത്. പിന്നെ നമുക്ക് ഇതുപോലെ ഒരു നമ്പർ തന്നിട്ട് അതിനെ വ്യത്യസ്ത രീതിയിൽ എഴുതാനായിട്ട് പറയും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാ കൂട്ടുകാർക്കും അത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇവിടെ 72 ആണ് തന്നത് അല്ലെ. അതിനെങ്ങനെയൊക്കെ നമുക്ക് എഴുതാം, 70 + 2 70 കൂട്ടം 2 എന്ന് നമുക്ക് എഴുതാം. ഇനി 72 ഒന്നുകൾ അല്ലെ, അതായത് 72 ഒന്നില്ല, അതായത് 72 വൺസ് എന്ന് നമുക്ക് എഴുതാം അല്ലെ. 72 ഒന്നുകൾ ചേർന്നാൽ എത്രയാണ് സംഖ്യ, 72 ആണ്. ആ രീതിയിൽ എഴുതാം. ഇനി നമുക്ക് വേണമെങ്കിൽ 7 പത്തുകളും 2 ഒന്നുകളും എന്നുള്ള രീതിയിൽ എഴുതാം. ഇനി വേണമെങ്കിൽ ഇങ്ങനെ ഇതല്ല, 50 കൂട്ടണം 20 കൂട്ടണം 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 70 ആണ്, 72 ആണ്. അതുപോലെ തന്നെ ഇങ്ങനെ 7 പത്തുകളും അതിലേക്ക് ഒരു 2 കൂടി ചേർത്താലും എത്രയാണ് മക്കളെ സംഖ്യ, 72 ആണ്. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒരു നമ്പർ തന്നിട്ട്
അതിനെ വ്യത്യസ്ത രീതിയിൽ വ്യാഖ്യാനിച്ച് എഴുതാനായിട്ടുള്ള ചോദ്യവും വരും കേട്ടോ. അപ്പൊ മക്കൾ ഓർത്തിരിക്കുക, ഒരു നമ്പറിനെ തന്നാൽ ഏതൊക്കെ രീതിയിൽ അതിന് എഴുതാം എന്നുള്ള കാര്യം മക്കൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നോട്ടുകളും നാണയങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ. അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് തരിക, അപ്പൊ മനുവിനെ തന്നെ എടുക്കുക. മനുവിന്റെ കൈവശം 3 50 രൂപ നോട്ടുകളും 2 10 രൂപ നോട്ടുകളും 3 1 രൂപ നാണയങ്ങളുണ്ടെങ്കിൽ മനുവിന്റെ കൈവശം ആകെ എത്ര രൂപയുണ്ട് എന്നുള്ളത് ചോദിക്കും. അപ്പൊ നോക്കിക്കുക മക്കളെ, നമ്മൾ പറഞ്ഞു എന്താണ് 50ന്റെ നോട്ട് പറഞ്ഞു അല്ലെ. 50ന്റെ എത്ര നോട്ടുകൾ ഉണ്ടെന്നാ പറഞ്ഞത്? 50ന്റെ നോട്ടുകൾ അല്ലെ, 50ന്റെ 2 നോട്ടുകൾ ഉണ്ടെന്നും 10 രൂപയുടെ 50ന്റെ 3 നോട്ട് എടുക്കുക കേട്ടോ. 50ന്റെ 3 നോട്ടുകൾ, 10 രൂപയുടെ 2 നോട്ടുകളും 1 രൂപയുടെ 3 നാണയങ്ങളും ഉണ്ടെന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മനുവിന്റെ കയ്യിലുള്ള തുക കാണാണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 3 50 രൂപ നോട്ടുകൾ ചേർന്നാൽ ഇത്ര രൂപയാണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം അല്ലെ. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 3 പ്രാവശ്യം 50 വീതം നമ്മൾ കൂട്ടണം അല്ലെ. അതിന് പകരമായിട്ട് നമുക്ക് മറ്റൊരു മെത്തേഡ് അറിയാം. എന്ത് ചെയ്താൽ മതി? 50നെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി അല്ലെ. 50 ഗുണം 3 ചെയ്താൽ മതി. അപ്പൊ നോക്കിക്കേ മക്കളെ, 50 ഗുണിക്കണം 3 ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുക? 150 എന്ന് കിട്ടും, 150 എന്ന് കിട്ടും. മക്കൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് 10ന്റെ 2 രൂപ നോട്ടുകൾ ചേർന്നാൽ എത്രയാണ് കണ്ടെത്തുന്നത്? അത് ഈസിയാണ്. എത്രയാണ്? 20 ആണ് അല്ലെ. അല്ലെങ്കിൽ 10 ഗുണം 2 ചെയ്യാം, മക്കൾക്ക് 20 എന്ന് കിട്ടും. പിന്നെ 1ന്റെ 3 രൂപ നാണയങ്ങള് 3 1 രൂപ നാണയങ്ങൾ ചേർന്ന് നമുക്കറിയാം 3 രൂപ. അപ്പൊ ടോട്ടൽ എത്ര രൂപയാണ് മക്കളെ കണ്ടെത്താനായിട്ട്? 0 + 0 + 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. 5 + 2 എന്ന് പറഞ്ഞാൽ 7 ആണ്. 1 നമ്മൾ താഴേക്ക് എഴുതി. അപ്പൊ എത്ര കിട്ടി? 173 അല്ലെ. അതായത് മനുവിന്റെ കൈവശം 173 രൂപയുണ്ട് എന്ന് കണ്ടെത്തി അല്ലെ. അപ്പൊ ഇത്തരത്തിൽ നോട്ടുകളും നാണയങ്ങളുടെ ഒക്കെ എണ്ണമോ അല്ലെങ്കിൽ ചിത്രങ്ങളോ തന്നുകൊണ്ട് മക്കളെടുത്ത് ടോട്ടൽ എമൗണ്ട് കാണാനായിട്ട് പറയൂ കേട്ടോ. പിന്നെ നമുക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരാൾ ATM-ൽ കയറിയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യാണ്? കുറച്ച് പൈസ പിൻവലിക്കുകയാണ്. അപ്പം പിൻവലിച്ച സമയത്ത് അവർക്ക് കിട്ടിയിട്ടുള്ള നോട്ടുകളുടെ എണ്ണൊക്കെ തരും. 100 രൂപ ഇത്ര എണ്ണം, അല്ലെങ്കിൽ 50 രൂപ ഇത്ര എണ്ണം, 20 രൂപ ഇത്ര എണ്ണം, 10 രൂപ ഇത്ര എണ്ണം എന്നൊക്കെ തന്നിട്ട് ആകെ ടോട്ടൽ എത്ര രൂപയാണ് എന്ന് കണ്ടെത്തുക എന്നുള്ള രീതിയിൽ തരാം കേട്ടോ. അത് ചിലപ്പോൾ മക്കൾക്ക് നോട്ടുകളുടെ ചിത്രങ്ങളായിട്ട് തരാം, അല്ലെങ്കിൽ നോട്ടുകളുടെ എണ്ണമായിട്ടും തരാം. അപ്പൊ മക്കൾ ആ ഏരിയ നന്നായിട്ട് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നിങ്ങൾക്ക് വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത്തരത്തിലെ ഗുണനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പൊ നോക്കിക്കുക മക്കളെ, ഇവിടെ ചിത്രത്തിൽ ഈ ബോക്സിനുള്ളിൽ മിസ് കുറച്ച് നെല്ലിക്കൊക്കെ കളക്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പൊ മിസ്സിന് എന്ത് ചെയ്യണം? അത് എത്ര നെല്ലിക്കയുണ്ട് എന്നുള്ളത് മിസ്സിന് കൗണ്ട് ചെയ്യണം. അപ്പൊ നോക്കിക്കുക മക്കളെ, മിസ് എന്ത് ചെയ്യൂ? കൗണ്ട് ചെയ്യാനായിട്ട് ഈസി ആവാൻ വേണ്ടിയിട്ട് അതിനെല്ലാം കൂട്ടങ്ങളാക്കി വെച്ചു. നമുക്കറിയാം അല്ലെ, എണ്ണാനായിട്ട് കൂട്ടങ്ങളാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസിയാണ്. അപ്പൊ മിസ് എന്ത് ചെയ്തിട്ടുണ്ട്? 1 2 3 4 അല്ലെ, 4 കൂട്ടങ്ങളാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് ഒന്നാമത്തെ കൂട്ടം, രണ്ടാമത്തെ കൂട്ടം, മൂന്നാമത്തെ കൂട്ടം, നാലാമത്തെ കൂട്ടം. അത്തരത്തിൽ 4 കൂട്ടാക്കിയിട്ടാണ് മിസ് എന്ത് ചെയ്തിട്ടുള്ളത്? മിസ്സിന് കിട്ടിയിട്ടുള്ള നെല്ലിക്കെല്ലാം വെച്ചിട്ടുള്ളത്. അപ്പൊ നോക്കിക്കേ, നമുക്ക് ഒരു കൂട്ടത്തിൽ എത്ര എണ്ണം ഉണ്ട് എന്നല്ല അറിയേണ്ടത്. നോക്കിക്കേ, 1 2 3 4 5 ഇവിടെ 5 എണ്ണം ഉണ്ട്, ഇവിടെ 5 എണ്ണം ഉണ്ട്, ഇവിടെ 5 എണ്ണം ഉണ്ട്, ഇവിടെ 5 എണ്ണം ഉണ്ട് അല്ലെ. ആദ്യത്തെ കൂട്ടത്തിൽ 5 എണ്ണം പ്ലസ്, രണ്ടാമത്തെ കൂട്ടത്തിലും 5 പ്ലസ്, മൂന്നാമത്തെ കൂട്ടത്തിലും 5 പ്ലസ്, നാലാമത്തെ കൂട്ടത്തിൽ എത്രയാണ്? 5 ആണുള്ളത്. അപ്പൊ ഇത് 5 + 5 + 5 + 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ആണല്ലേ. അതിന് പകരം നമുക്ക് എന്ത് എഴുതാം മക്കളെ? നമ്മൾ നേരത്തെ പറഞ്ഞു 4 പ്രാവശ്യം 5നെ കൂട്ടി എഴുതുന്നതിന് പകരം നമുക്ക് 4 × 5 ഇല്ലേ, അല്ലെങ്കിൽ 5 × 4 ചെയ്താൽ പോലെ എത്രയാണ്? 5ന്റെ ടേബിൾ നമുക്ക് അറിയാം അല്ലെ. 1 × 5 5, 2 × 5 10, 3 × 5 15, 4 × 5 20. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 20. അതായത് മിസ്സിന്റെ കയ്യിൽ എത്ര നെല്ലിക്കയുണ്ട്? 20 നെല്ലിക്കയുണ്ട്. അപ്പൊ ഇത്തരത്തില് മക്കൾക്ക് ചിത്രങ്ങളായിട്ടൊക്കെ എന്ത് ചെയ്യാം? കുറെ കൂട്ടങ്ങളൊക്കെ തന്നിട്ട് എത്രയുണ്ട് എന്നുള്ളത് കണ്ടെത്താൻ കേട്ട് പറയാം. ചിലപ്പോൾ ചിത്രങ്ങൾ അല്ലാത്ത രീതിയിൽ മക്കളടുത്ത് പറയാം. അപ്പൊ 5ന്റെ 5 കൂട്ടങ്ങൾ ആണ് നെല്ലിക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയാം 5 × 5 25 ആണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും മക്കൾക്ക് വരാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അറിയാലോ മക്കളെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു 4 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ആണ് അല്ലെ. അതേപോലെ തന്നെ 5 × 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 20 ആണ്. അത് മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. 4 × 5 എന്ന് പറഞ്ഞാൽ 20 ആണ്, 5 × 4 എന്ന് പറഞ്ഞാൽ 20 ആണ് അല്ലെ. തിരിച്ചു മറിച്ചു ഇട്ട് കുളിച്ചാലും നമുക്ക് എന്താണ് കിട്ടുക? സെയിം ആണ് കിട്ടുക ആൻസർ അല്ലെ. അപ്പൊ ആ കാര്യം മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ഫ്ലവറിന്റെ പെറ്റലൊക്കെ ആയിട്ട് തന്നിട്ട് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാ, അതായത് ഈ ഇൻറ്റു ചെയ്യാൻ തന്നെ. അപ്പൊ മക്കൾ അവിടെ അറിഞ്ഞിരിക്കേണ്ടത് 2ന്റെയും 5ന്റെയും 10ന്റെയും ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് കേട്ടോ. അത് അറിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ ഉള്ളത് നിങ്ങൾക്ക് വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആഡ് ചെയ്യാനും മൈനസ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. ഇവിടെ ഡയറക്റ്റ് ആഡ് ചെയ്യാനുള്ള 2 ക്വസ്റ്റ്യൻസ് മിസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതൊന്ന് ചെയ്തു നോക്കാം. നോക്കിക്കേ മക്കളെ, ആദ്യം 40 + 32 ആണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലെ. 40 കൂട്ടണം 32 ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം?
ഒന്നുകളുടെ സ്ഥാനമാണ് കൂട്ടേണ്ടത് അല്ലെ. അപ്പൊ 0 കൂട്ടണം 2 അല്ലെ. 0 + 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. ദെൻ 4 + 3 അല്ലെ. 4 കൂട്ടണം 3 എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 72 72 ആൻസർ കിട്ടി. ഇനി ഇവിടെ നോക്കിക്കോ മക്കളെ, 83 കൂട്ടണം 18 ആണ്. ആദ്യം നമ്മൾ ഒന്നിന്റെ സ്ഥാനം ചെയ്യണം അല്ലെ. 3 + 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11 ആണ് അല്ലെ. 1 എഴുതി ബാലൻസ് 1 നെക്സ്റ്റ് ഡിജിറ്റിന് കൊടുത്തു. 8 + 1 എന്ന് പറഞ്ഞാൽ 9 ആണ്. 9 + 1 എന്ന് പറഞ്ഞാൽ 10. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 101 ആൻസർ കിട്ടി. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്നത് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോബ്ലത്തിലൊക്കെ അത് നമുക്ക് ഉൾപ്പെടാം കേട്ടോ. ഇനി മക്കൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ രണ്ടക്ക സംഖ്യ മൈനസ് ചെയ്യാൻ നമ്മൾ പഠിച്ചതാണ് അല്ലെ. മക്കള് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ 40 - 32 അതുപോലെ 83 - 18 മക്കൾ രണ്ടും വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മുടെ കമന്റ് ബോക്സിൽ പറയാട്ടോ. മക്കളുടെ ആൻസറിന്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി കമന്റ് ചെയ്തിട്ട് മറക്കരുത്. അപ്പൊ നിങ്ങൾക്കുള്ള വർക്കാണ് 40 നിന്ന് 32 കുറച്ചാൽ കിട്ടുന്ന സംഖ്യ ഏതാണെന്നും അതുപോലെ തന്നെ 83 നിന്ന് 18 കുറച്ചാൽ കിട്ടുന്ന സംഖ്യ ഏതാ എന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സ് പറയാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ മാക്സിമം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രധാനമായിട്ടും പഠിക്കുക. അപ്പൊ നാളത്തെ എക്സാം നല്ല രീതിയിൽ തന്നെ എല്ലാ മക്കളും അറ്റൻഡ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ട്, അതൊക്കെ മക്കൾ നോക്കിയിട്ട് പോവാ കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ അതോടൊപ്പം മിസ് ക്ലാസ്സിന് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാനലിൽ 89 രൂപ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ജോയിൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും കേട്ടോ. വെറും 89 രൂപയ്ക്കാണ് 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്ക് ഇത്തരത്തിലുള്ള ട്യൂഷൻ ക്ലാസ്സിൽ അവൈലബിൾ ആയിട്ടുള്ള. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ 8589823710 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.